അമ്മക്ക് വേറെ അടിക്കണം ഓവർ കൊതിയല്ലേ ഹൈലി കോൺഫിഡൻഷ്യൽ POV ആണത്. എന്ന് പറഞ്ഞാ ഈ പിക്ക് എങ്ങനെ അങ്ങനെ ആർക്കും കിട്ടില്ല ഈ പിക്ക്. അപ്പൊ നെങ്ങി എന്തൊരു നിരക്കി എടുത്ത് കേട്ടോ, അതാണ് സംഭവം. കാണാ പറഞ്ഞിട്ടുള്ളേ. കാണാതെ എവിടെയുണ്ട് എത്തിയിരുന്നു കേട്ടോ. അവ എന്നെയാണ് അടിച്ചോണ്ടിരുന്നത്. അവ എന്നെയാണ് അടിച്ചോണ്ടിരിക്കുന്നത്. അവിടെ പിങ്കുടിപ്പുള്ള എവിടെയാണ് അതില് എവിടെയാണ് പിക്ക് എവിടെയാണ്? അത് ബാക്കിൽ ആള് വന്നാ അടിക്കാൻ പറ്റിയില്ല. വട്ടത്തിലോടി വേറെ ഏതോ അർഹിച്ച പിക്കാണ് നീ കൊണ്ടുപോയത്. ഞാൻ വിചാരിച്ചു ഇവരേക്ക് അടിച്ചിട്ടേ, മനസ്സിലായ? ഞാൻ വിചാരിച്ചു അവനേക്ക് അടിച്ചിട്ടേ. അവനെ കിട്ടണ്ടായിരുന്നു ലാസ്റ്റ് കൊണ്ടുപോയാരോ. മറ്റേ ചോര തുപ്പിയവൻ എന്നിട്ടാണ് അവനെ സ്വന്തം ടീം എന്തിനാ വെടിയിക്കരുത്. അതിന്റെ ഇടയിലാണ് ഇവൻ വെടിയിച്ചത്. ഈ പയ്യനായിരുന്നു ഇവിടെ കൂടെ ഓടി അങ്ങ് പോയേട്ടെ. ഇവിടെ പെൺപടായി പോയി കണ്ടോ. ഇവനെ ജീവിക്കാൻ മറന്നു പോകും. ഹെലി വന്ന് വായി ഇരിക്കുന്നതൊക്കെ പറഞ്ഞ ഇതാണ്. ഞാൻ ഇടിച്ചല്ലേ വന്നേട്ടാ, ഇവനെ ഇടിച്ചല്ലേ വന്നേക്കുന്നേ. ഇവൻ ചത്ത്. അത് കഴിഞ്ഞപ്പോ ഹെലി താഴെ ഇറങ്ങിയതിനാണ് പറഞ്ഞിട്ടാ അവൻ ചത്ത് വീണതാണ്. ഹെലി വീണതാണ്, നിർത്താൻ പോലും ഉദ്ദേശിച്ചല്ലേ ഞാൻ. അത് ഡാമേജ് ആയിട്ട് വീണതാണ്. ഞാൻ ഒരുത്തർ ഓടിക്കുകയാണ് ഇപ്പൊ. ഈ സമയത്ത് ഓരോരുത്തർ ഓടിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാരും അടിക്കുന്നത് ഞാൻ പിക്ക് എനിക്ക് കിട്ടുന്നത്. അല്ല അതല്ല, അതിന് മുമ്പത്തെ കാര്യം ആലോചിച്ചേ. ബുള്ളറ്റ് ആ ഹെലിന്ന് ചത്ത് കഴിഞ്ഞാ ആ ബ്ലേഡ് വെച്ച് നമ്മളെല്ലാരും ചാവില്ല. നിങ്ങളുടെ സൈഡിലോട്ട് അല്ല ഓടിക്കണത്, നിങ്ങളുടെ സൈഡിലല്ല ഓടിക്കണത്. അമറ വിധിയാണെന്ന് വിചാരിച്ചു. എടാ ഇതിട്ടെ അടുത്ത POV ഇട്. കാലില് കെണ്ടല് വെടിക്കുന്ന ഒരു സീനുണ്ട്, ഞാൻ കാണിച്ചുതരാം കേട്ടോ ലാസ്റ്റ്. കുഴപ്പമില്ല, പിതുക്കല് കാണിച്ചോ സീനില്ല. എനിക്ക് കുഴപ്പമില്ല. പീതിക്ക് കില്ലെടുത്തോണ്ടൊന്നും പറയാനൊന്നും ഞാനാണ് അവിടെ ഇരിക്കുന്നത്. മുൻനിരയിലുണ്ടായിരുന്നു ഞാൻ. ഇത്തിരി അടി കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്തിരയിലെത്തി. ഓ ഇത് ഹെഡല്ലേ, ഇത് പിതുക്കല തലക്കല്ലേ എടുത്തു. സ്റ്റാർ സൺട്രാ 1v1 വന്നിരുന്നേ അടിച്ചിട്ടേന്ന് പറഞ്ഞു കണ്ടില്ലേ, എന്നിട്ട് തലക്ക് കൊണ്ട് വീണു. എയിമാണെന്ന് നമ്മളെ പേര്. TDMത്തിന് 2 കേടി വിട്ടെന്ന് മറ്റേ ദൈവം ഏതാണ് വിചാരം. അത് ആരോ അടിച്ച് എത്ര വിക്കറ്റ് കിട്ടിയടാ നിനക്ക്? 2 3 വിക്കറ്റ് കിട്ടിയല്ലേ? എനിക്കിട്ടൊക്കെ വെടിയായിരുന്നു. ആരൊക്കെ എന്നെയൊക്കെ വെടിയേക്കും കണ്ടോണേ. ബുള്ളറ്റിന്റെ POV അങ്ങനെ വന്നില്ല. ഇവരാണ് കൊല്ലണ സത്യം പറഞ്ഞു. എന്റെ POV അതാണ് അത് POVയുടെ. അല്ല അത് ചത്ത് കഴിഞ്ഞൊക്കെ കാണാല്ലടാ, അതൊക്കെ കാണാല്ല. അല്ലെ അഡ്മിൻസ് അവിടെ സെറ്റ്. അടുത്തത് എന്റെ ബുള്ളറ്റിന്റെ ബാനൊക്കെ കിട്ടുമോ എന്തോന്നൊക്കെ കാണിച്ച ഫയൽ വർക്കായിരുന്നു. ഫയലിനെ പറ്റിയതൊന്നും പറയണ്ട. ആരാണ് അടുത്ത POV? ബുള്ളറ്റ് പിക്കണ്ടാ? പിക്കില്ല. ചോദിച്ച സ്ഥിതിക്ക് നമ്മളൊന്ന് കാണിക്കണം. കുക്കിംഗ് ബുള്ളറ്റ് ആണ് കഴിഞ്ഞ റീല് വന്നിട്ടുണ്ടായിരുന്നു. കുക്ക് ചെയ്തത് ഇവിടെ മറപ്പുശ അവിടെ ഒന്ന് ബോറടിച്ചു. ഞാൻ പ്ലാൻ കറക്റ്റ് ആയിരുന്നു. കുത്തിക്കാൻ പോണേ. ഈ മലയന്മാർക്ക് എഴുതി കൊടുത്തവരാണ്. അയ്യോ ഇത്രയും പേരെ കൂടെ ഉണ്ടാകും, എന്നിട്ടാണ് ചത്തുപോയത്. ഓ എന്താ ഇത്? ഇതൊക്കെയാണ് അടി. അവന്റെ ബ്ലേഡ് കൊണ്ടിരുന്നത് ചാവാണ്ടിരുന്നത്.
ഇല്ല ചാവത്തില്ല എന്ന് പറഞ്ഞാൽ അത് ഡീസിങ് ആണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇടിക്കാതെ എന്റെ കണ്ടോ എന്റെ തട്ടിയിട്ടില്ല പക്ഷെ അതില് ബ്ലഡ് പോകുന്നുണ്ട്. അല്ല അത് തട്ടിയെങ്കിൽ ചത്തനടാ, തട്ടിയാവൻ ചാവും. നിന്റെ പിങ്ങിന്റെ 200 MS അല്ല അവന്മാർക്ക് ബുള്ളറ്റ് ഹിറ്റ് ആകുമ്പോ വരുന്ന ബ്ലഡ് ആണ് അതെന്ന് എനിക്ക് അത് തോന്നുന്നു. ബുള്ളറ്റ് ഹിറ്റ് ആയപ്പോഴുള്ള ബ്ലഡ് ആണ്, അത് അല്ലാതെ വേറൊന്നുമില്ല. ഇത് ബുള്ളറ്റിന്റെ അടി കിട്ടിയല്ല താരേ. എനിക്ക് കിട്ടി, എനിക്ക് കുറെ കിട്ടുന്നുണ്ട്. എന്റെ ഹെലി കണ്ട കത്തി, ഹെലി ഇപ്പൊ നിന്നു ഒരുത്തന്റെ മണ്ടയ്ക്ക് വെച്ച്. ഒരു മിനിറ്റ് കൂടി, 10 സെക്കൻഡ് കൂടി ഇവന്റെ മണ്ടയ്ക്ക് വെച്ച് ഹെലി ഇപ്പൊ നിക്കുവേ, എന്നിട്ടാണ് പോയി അവന്റെ തല വീഴാൻ പോന്നെ. ഓൾറെഡി ചത്ത്. ഇവനാണ് എനിക്ക് കിട്ടുന്നത്. പഠിക്കും അവന്റെ ബുള്ളറ്റ് കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിട്ട് കവർ യോ ഇതാണ് നോക്കുന്നത്. ഫ്രണ്ടിലോട്ടൊക്കെ വണ്ണം വന്ന് ഞാൻ വളച്ചടിച്ച് രക്ഷപ്പെടുത്തിരുന്നു. ഇനി ലാസ്റ്റ് ഉള്ളവൻ ലാസ്റ്റത്തിനോടൊപ്പം ഉണ്ട്. വണ്ടി കയറി അവന്റെ പേരെന്താണ് ലാസ്റ്റത്തെ? അവനെന്തേ നമ്മളത് 9 ഇല കൂട്ടിയാൽ ഇവനെ ഇടിക്കുന്ന വഴിയാണ് ഒരാൾ ചത്ത, അല്ലെങ്കിൽ 9 ഇല ഉണ്ടായിരുന്നു നമ്മള്. ഇല്ല ഞാൻ മ്യൂട്ടാണ്, ഞാൻ എന്റെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. പിന്നെ ഞാൻ പറയുന്ന കേൾക്കായിരിക്കുമല്ലോ. ബുള്ളറ്റിന് വിളി വിളിക്കണോട്ട് ബുള്ളറ്റ് പിയോയില് പണ്ട് ആൾക്കാരെ ഞാൻ അപ്പുറത്തുനിന്നേ അടിച്ചു വിട്ടതാ. അവന്മാർ ഇവിടെ വന്ന് അടിക്കാൻ ഒരു പൊസിഷൻ കിട്ടിയില്ല. അവരെ കിളിയൊക്കെ സംഭവം ഞാനേ ഈ റീലോഗ് അടിച്ചില്ലേ, റീലോഗ് അടിച്ചപ്പോ 3rd വ്യൂ ആയടാ. കാലില്ലാത്തൊരുത്ത പോടാ. നല്ല പൊസിഷൻ ബാക്കിൽ വന്നാ ഈ അങ്ങ് അറ്റത്തും കുത്തിയാണ്. ഞാൻ വിചാരിച്ചു ഇറ്റാച്ചി അവിടെ നിക്കുവായിരുന്നു, അവിടെ ഉണ്ടെന്ന് വിചാരിച്ചു. അത് ഞാനല്ല, ബാലനായിരുന്നു. അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്, അവിടെ ഓൾറെഡി ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ അവിടുന്ന് നടന്ന് പോയണ്ട, അവിടെ ബാലനായിരുന്നു. ബാലൻ അപ്പോഴേക്കും ഞാൻ പിക്ക് എടുത്തിട്ടാ ചത്ത. അത്രേ ഉള്ളൂ. അടിച്ചത് കിള്ളുവേ അമ്മ എന്നിട്ട് പറഞ്ഞിട്ട് അവന്മാര് 10 ഇറങ്ങി വരുന്നത്. വന്ന അവന്മാര് നമ്മളെ അടിച്ചിടും. വാറ് കളിക്കാൻ ഒരു റൂമിന്റെ അകത്ത് വിളിച്ചു വെച്ചിട്ട് ഒരാൾക്കാരെ വെച്ച് എൻട്രി ചെയ്യണം. തമിഴ്നാട് സ്റ്റൈൽ ഗെയിം പ്ലേ ആണ് അവന്മാര് പറയുന്നത്. തമിഴ്നാട് സ്റ്റൈൽ അതെ, അവന്മാരുടെ കൂടെ റോഗോഡ് സ്റ്റൈൽസ് അവന്മാരോട് ചോദിച്ചാൽ മതി. മനസ്സിലായ പഴയ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ. അപ്പൊ നീയാണല്ലേ അത് പിതുക്കിയത്. ഞാനും ഉണ്ടായിരുന്നേ പിതുക്കെ, പെട്ടെന്ന് പോയി അത്. കുറച്ച് പിതുക്കല് പിന്നെ 15 vs 15 അല്ലേ, 1v1 തുല്യമല്ലേ 15 vs 15 എന്ന് പറയുന്നത്. എന്ത് ലോജിക്കാണുള്ളത്? 15 vs 15 അല്ലേ, അല്ല നമുക്ക് 15 പേര് 8 പേര് വെച്ചാണ് കളിച്ചല്ലേ. അപ്ലൈ ചെയ്തോടാ സ്നേഹിപ്പേ. അവിടെ ഇവര് ഞാനും കൊടുത്തടാ സ്നേഹിപ്പേ. എന്റെ PO കിടന്നു. പ്രൈവറ്റ് ലൈവ് അല്ല മെഡലാണുള്ളത്.
എടാ പക്ഷെ ശ്രദ്ധിച്ചായിരുന്നു ഈ വാറിൽ അത്ര ലാഗ് ഉണ്ടായിരുന്നില്ല. ഇല്ല ലാഗില്ല എനിക്കില്ല അത്ര ലാഗ് പിടുത്തം ഉണ്ടായിരുന്നില്ല. പെണ്ണുമ്പിള്ളക്ക് ഞാനും കൊടുത്തു ഒരു 2 ഉണ്ടോ. ഒരുത്തൻ വന്നിട്ട് അവനെന്തിരി ചെയ്യണോ? ഓരോ വെടിയിലും എമ്പുരാനെ അടിച്ചു. ഓരോ വെടിയിലും എമ്പുരാനെ ലാലേട്ടാ. നമ്മളിവിടെ കറങ്ങി ക്ലൈമാക്സ് ആണ് ഇറങ്ങി വന്നത്. ഇവനൊക്കെ നമ്മളെ നടികൊണ്ട് അപ്പുറത്തുനിന്ന് ചത്ത് കളഞ്ഞേ കള്ളന്മാര്. ഇത് നോക്കുക അതൊക്കെ എന്തൊക്കെ ചെയ്തതൊക്കെ. എടാ ഒന്ന് ബാക്ക് അടിച്ചടാ സ്നേഹിക്ക്. ഒരുത്തൻ പറന്നു പോണെന്ന് കണ്ടല്ലോ ഞാൻ. ബാക്ക് അടി നീ ഇവനാണ് ഒരുത്തൻ ബാക്ക് ഫ്ലിപ്പ് അടിക്കും. കറക്കി വിട്ടോ അവരെ. ഉണ്ടച്ചികളും പൊടികളും ഉണ്ടച്ചി മക്കളും. ഇത് കാടായിരുന്നു എന്നാ കൊറച്ചേരം കൂടി ഫ്ലഫി ചത്താനെ നോക്കിക്കോട്ടെ. ഞാനും ചത്താനെ നോക്കിക്കോട്ടെ. എനിക്കും കിട്ടി. എനിക്കും അത്ര ആരെയൊന്നും കിട്ടിയില്ല. ഞാൻ ഫ്രണ്ടിലായിട്ട് രക്ഷപ്പെട്ടു. ഞാൻ ഫ്ലഫിക്ക് കൊടുത്തപ്പോ അപ്പൊ തന്നെ പറഞ്ഞു റിഫ്രഷ് അടിച്ചോ. കാലിൽ ഓടിച്ചോണ്ടിരിക്കുകയാണ് ചത്തുവാടാ. ഞാൻ കാണിച്ചുതരാം, വീഡിയോ കാണിച്ചുതരാം കേട്ടാ. ഇല്ല ഇല്ല പക്ഷെ എന്തായാലും അവർക്ക് കൊടുത്തു. ബാറ്റ് വെച്ച് കൊടുത്തല്ലേ തന്നെ കിട്ടും. ചേച്ചി അങ്ങനെ പറയില്ല കേട്ടാ. എന്റെ വിയോയൊന്നുമില്ല, ഞാൻ ചാവുന്നേ ഉള്ളു. വേറെ ആർക്കാണ് വിക്ക് കിട്ടിയാ? സാവേജിന് 2 വിക്ക് കിട്ടി. 3 വിക്കടാ. 2 വിക്ക്, കിണ്ടിക്ക് 3 വിക്ക്, സ്നൈപ്പിന് 2, എനിക്ക് 2 കിട്ടി. പിന്നെ കണ്ണാപ്പിക്ക് 1, രായനൊന്ന്. പിന്നെ 4 വിക്ക് കൊണ്ട് ആര് കിട്ടുപോയി? ഒരു പിക്ക് എനിക്കുണ്ട്. ആ അതെന്ത് കാണിക്കാത്തത്? സന്തോഷം ഇല്ലാത്ത വെക്കാണ് കേട്ടാ. സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതാണ് കാണിക്കാൻ. ആ പിക്ക് ചെയ്യാൻ പറ്റേ ഞാൻ അടിക്കുന്നൊക്കെ ആരൊക്കെ നക്കിക്കൊണ്ടായി കള്ളന്മാര്. കാണിച്ചോ? അപ്പൊ നീ അടിച്ച അസിസ്റ്റ് ഒക്കെ കാണിച്ചോ? നിന്റെ അസിസ്റ്റിംഗ് പൊസിഷൻസ് ഒക്കെ കാണിച്ചോ? അയ്യോ ഇതൊരു ഫിഫ്റ്റീനാവത്തെ അസിസ്റ്റ് ഒക്കെ കാണിക്കാം. അസിസ്റ്റ് ഒക്കെ ഉണ്ട്. എന്റെ അസിസ്റ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചു. ഹലോ അയ്യോ ഞാൻ കാര്യം പറയട്ടെ. ഞാൻ ഇതിനകത്ത് ആകെ ഒരു വട്ടം ഹീൽ ചെയ്തിട്ടുള്ളൂ. എന്റെ ഒരു ഓർമ്മയില്ല. അതിൽ കൂടെ ഹീൽ ചെയ്തിട്ടില്ല. ഒറ്റ വട്ടം ഒരു വട്ടം ഹീൽ ചെയ്തിട്ടുണ്ടാ തന്നെ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഒന്നെങ്കിൽ ഒരു വട്ടം ഹീൽ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഹീൽ ചെയ്തിട്ടില്ല. അണ്ണാ കാണുന്നുണ്ടോ അണ്ണാ? ആ കാണാൻ ഞാൻ അയ്യോ അയ്യോ ഇതാണോ? ഇത് ഫുള്ള് കാണ്. ഇനി ഒരു കാറ്റ് ഒരു വരവുണ്ട് മോനെ. ഇനി ഒരു വരവുണ്ട് മോനെ. അതൊക്കെ ആരുണ്ട്? ദേവണ് ഒരുത്തൻ. നീ എന്താ ഇവിടെ വട്ടം കിടക്കണേ? അല്ല ഞാൻ വേണ്ടേ അവന് കിട്ടിയല്ലേ ഇവനെ കിട്ടിയ നമുക്ക് അതെ അണ്ണ ഇങ്ങനെയൊക്കെ അടിക്കുമ്പോ കില്ല് കിട്ടും. ഒരു അസിസ്റ്റും ഇല്ല കേട്ടാ. അസിസ്റ്റേ ഇല്ല. ഇങ്ങനെയൊക്കെ ചാച്ചിയുടെ അസിസ്റ്റ് എടുക്കും. ചാച്ചി കാണട്ടെ. ചാച്ചി ടയർ പൊട്ടിക്കുന്നത് കാണിക്കണല്ലേ ഇപ്പൊ? ഇത് കോമഡി ഇതൊന്നുമല്ല. വരുന്ന നോക്ക് ഇമാരിപ്പോ വരുന്ന നോക്ക്. 360 അടിച്ച അവിടെ
എന്നിട്ട് ഞാൻ പറഞ്ഞ അളിയാ റേഡിയിൽ റിഫ്രഷ് ചെയ്യാൻ പറഞ്ഞു അതൊന്നും കേട്ടില്ല വെച്ചടി കണ്ണൻ അണ്ണൻ വെച്ചടി തകർത്തടി കെവിൻ എന്തിനാ അവിടെ കെവിനൊക്കെയാണ് കെവിയുടെ കുനി ഇരിക്കുന്ന എന്റെ കൂടെ നിന്ന പയ്യനാണ് അവിടെ എത്തിയ ഇപ്പൊ ഒരു വിഷയ അസിസ്റ്റ് ഉണ്ടായിരുന്നു. എന്റെ മുമ്പിൽ ഞാൻ എപ്പോഴും കണ്ട പ്ലസീനെയും സരക്കും തന്നെ എപ്പോഴും ഉണ്ട്. അപ്പൊ തന്നെ അവര് ഫ്ലഫിനോട് റിഫ്രഷ് അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല അതൊരു അസിസ്റ്റ് അല്ല അവന്മാർക്ക്. അത് അവർക്ക് ഒരു അസിസ്റ്റ് ആയിരുന്നു, പക്ഷെ അവർക്ക് ആ പിക്ക് കിട്ടിയില്ല. ഇവനാണ് ഏറ്റവും അവനില്ല പിങ്ക് ഹെൽമെറ്റിൽ ഉള്ള പയ്യൻ ലോകത്തുള്ള എല്ലാരും ഒരു ബുള്ളറ്റ് വെച്ച് കൊണ്ടിട്ടുണ്ട്. എല്ലാരും അതാണ് പറഞ്ഞത്, എല്ലാരും കൊണ്ട് അപ്പൊ കണ്ട വ്യൂവിൽ എല്ലാരും അവനെ അടിക്കുന്നുണ്ട്. ഇറ്റാച്ചി ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഞാൻ ഒരാൾക്കാരെ കിട്ടുന്നത് എല്ലാം ദേ ഇങ്ങനെ അത് കിടക്കുവാ. സത്യം പറഞ്ഞു കഴിഞ്ഞാ ടച്ച് ഇത് എട്ടെന്ന് എഴുതാനാണോ പറഞ്ഞത്? ടച്ച് ഇതിന്റെ അടുത്ത് അവിടെ വെച്ച് എന്താ പടം വരയ്ക്കുന്നത് അന്ന് ഈ തീവഴി കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല, ഇല്ലെങ്കിൽ അവന്മാര് കളിയാക്കിയ നമ്മളാ എയിമില്ല എന്ന് പറഞ്ഞു. ഇറ്റാച്ചിയുടെ വിയോഗം എടുത്തിട്ടാ. അണ്ണേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇമാരൊക്കെ ഇങ്ങനെ പറയും, പക്ഷെ ഒരു ആവശ്യമുള്ള സമയത്ത് പിക്ക് എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതൊക്കെ അത്ര ഉള്ളൂ, അതൊക്കെ എടാ പിക്കിലല്ല കാര്യം, ടീമായിട്ട് കൂടെ നിൽക്കുന്നതിലാണ് കാര്യം എന്നുള്ളത്. അവിടെ ചത്ത 150 FPS ആടാ പട്ടി. എനിക്ക് 87 FPS വരുന്നു. കേട്ടില്ല. നീ പഞ്ചറാക്കിയ വണ്ടിയിൽ എത്ര പേരുണ്ടായിരുന്നു? മറിഞ്ഞ വണ്ടിയില് അറിഞ്ഞൂടറാ, ഞാൻ എണ്ണ നോക്കി കാണാൻ പറ്റില്ലല്ലോ. ഫൈറ്റ് ഇല്ലാത്തപ്പോ എത്ര ഇടുന്നുണ്ട് ചേച്ചി? സക്കീറ പിക്കോലുണ്ടാടാ പിക്കില്ലല്ലോ സക്കീറിന്റെ വിയോഗം കാണിച്ചോ, സക്കീറിന്റെ വിയോഗം അണ്ണ സക്കീറിന്റെ വിയോഗം ആണ് അണ്ണ. അവന്റെ വിയോഗം പിക്കില്ലല്ലോ. അല്ല പിടിക്കണം പിക്കെടുത്തതാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ആദ്യം മൊത്തം ഹെഡ് അടിക്കാനാണ് നോക്കിയേട്ടാ. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായത് ഹെഡ് അടിച്ച് കൊല്ലാതിരിക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളവരെ കില്ലുകൊണ്ടോ മനസ്സിലായി. അപ്പൊ ഞാൻ ലാസ്റ്റത്തോടെ ഞങ്ങൾക്ക് പിടിക്കും. അപ്പൊ ഞാൻ ആദ്യം മൊത്തം ഹെഡ് മാത്രമാണ് അടിച്ചോണ്ടിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കാര്യമില്ല. ലാസ്റ്റത്തോടെ ഞങ്ങൾ പിടിക്കും. ബാക്കിൽ നിന്ന് അടി വന്നപ്പോ ഫ്രണ്ടിലോട്ട് ഓടിയില്ലായിരുന്നു അണ്ണ. അല്ല അത് ഞാൻ അതുകൊണ്ടല്ലോ ബാക്കിൽ നിന്ന് അടിയൊന്നുകൊണ്ട് ഓടിയതല്ല. ഞാൻ ഇവിടുന്ന് കറങ്ങാന്ന് എനിക്ക് തോന്നി, മനസ്സിലായി. ഉമാര് ലാസ്റ്റ് സൈഡോട്ട് കറങ്ങുന്നുണ്ട് കറങ്ങുന്നത് നോക്കിയപ്പോ കറക്റ്റ് ഫ്ലഫിയും കറക്റ്റ് കറങ്ങി വന്നു, മനസ്സിലായി. എല്ലാരും കൂടെ ആരൊക്കെയാ നീ ഉണ്ടായിരുന്നല്ലേ, സ്നേഹിപ്പ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാരും കറങ്ങി വന്നു അവിടെ. ഉമാര് വെട്ട് നോക്കണ്ട, അപ്പൊ രണ്ട് സൈഡിൽ നിന്നും അടിക്കാൻ പറ്റും നമുക്ക്. നമ്മളെ KKB വാറുന്ന ഓർമ്മ കറങ്ങി അടി അതേപോലെ തന്നെ. അണ്ണ എന്നെ 4 പേര് കയറിയെങ്കിൽ പണ്ണു എന്നെ പിടിച്ച് പിറ്റൊക്കെ ചെയ്ത് എന്നെ വീഡിയോ അത് മാത്രമല്ല ഇപ്പൊ ബുള്ളറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പൊങ്ങും, മനസ്സിലായോ? വീഡിയോ ആണെങ്കിൽ പോകും. അല്ലല്ല വില്ലുമോന്റെ പിയോവി നോക്ക്, വില്ലുമോന്റെ പിയോവി വ്യക്തമായിട്ടുണ്ട്. ചത്ത് കഴിഞ്ഞിട്ടാണ് ബുള്ളറ്റ് ഇടിക്കുന്നത്. വില്ലുമോന്റെ പിയോവി കിടപ്പുണ്ടത്. അല്ല ഇപ്പൊ വന്ന വണ്ടി പിന്നെ എന്തിനു വന്നാണ്? വീഡിയോ ചെയ്യാൻ വന്നായിരിക്കത്തില്ല. വഴിതെറ്റി വന്നതാണ്. അത് വേറെ പലേറ്റോട്ട് വഴിതെറ്റി വന്നോണ്ട് പലേറ്റോട്ട് പലേറ്റൊരു ചന്തയിലോട്ട് വന്നിടും വഴി അറിയാതെ കയറിപ്പോയതാണ്. എന്റെ ഉപയോഗം കാണിച്ചാണ് സൺഫോണിന്റെ മുമ്പിൽ പോയി ഞാൻ. ഇത് കഴിഞ്ഞിട്ട് സക്കീറിന്റെ ഉപയോഗം അല്ലേ? അണ്ണാ ഒരു പിക്കൊന്നും ഇല്ലാത്തൊരു പാവം പയ്യൻ. മാറിനുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. നല്ല കാര്യം കളിയാ. ആരും അറിഞ്ഞില്ല കേട്ടോ ഞാൻ ഇവിടെ. എന്നെ ഡൗൺ ആക്കിട്ടാ എന്നെ ഡൗൺ ആക്കിയത്. ഇത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? നമ്മള്
ആ സത്യമല്ലേ? ഇല്ലില്ല എനിക്ക് മനസ്സിലായില്ല കണ്ടിട്ട്. ഒരു നീല ലൈറ്റ് അല്ല മൊത്തത്തിൽ അതാണ് സ്ത്രീയോട് കാണിക്കുന്നത്. ഓ അയ്യോ അണ്ണാ സത്യം പറഞ്ഞാൽ AK-ത്തിനെക്കാട്ടി വിഷമം കൂടി വിഷമമുള്ളത് HF ന് റാവുത്തർ നിന്നെ ശശിക്കാണ്. അടിക്കാൻ വേണ്ടി അതെ വരാം HF എന്ന് പറയുന്നത് റാവുത്തർ ശശിക്ക് മാത്രം പറഞ്ഞു. അതാണ് റാവുത്തർ correct. ശശിക്കാണ് HF എന്നും പറഞ്ഞിട്ടും അങ്ങനെയാണ്. കാര്യമില്ല. ഇത് കഴിഞ്ഞ കാരണം പയ്യനാണല്ലോ ഇപ്പൊ അവിടെ മൊത്തം ഡീറ്റെയിൽസ് എല്ലാം ഇപ്പൊ ഞാൻ കൊടുത്തത്. അപ്പുറത്തോട്ട് നോക്കും. അപ്പുറത്തോട്ട് നോക്കുമ്പോ full എന്താടാ അത്? കണ്ണ് ഇത് നമ്മളല്ലേ അത്? ഇത് നമ്മളെ ടീമല്ലേ അത്? ഇപ്പൊ ഒരു പടം ഇറങ്ങി വരും. അവന്മാരെ അവസ്ഥ നോക്കി ആലോചിക്കട്ടെ. ഇവിടെ നിന്ന് അടിക്കുന്ന അവന്മാരെ അവസ്ഥ അവിടെ ഇത്രയും പേരെ കാണുമ്പോ. അല്ല അവന്മാരെ അവസ്ഥ നൽകിയിട്ട് ഇപ്പുറത്ത് ഇത്ര പേര് നിൽക്കുമ്പോൾ അവസ്ഥ കാണുമ്പോ. സരക്കണ്ണ എല്ലാരും കൂടി പാലിനകത്ത് ചവിട്ടിട്ട് ഞാൻ ചാവുന്നുണ്ടോ? എടേ അഭിലാഷ് ഡേ, അതേ ഞാൻ പോണ കണ്ട എല്ലാരും ചവിട്ടിയൊക്കെ പോണേ. നിക്കുന്നോണ്ട് പിറുസുന്താന്നൊക്കെ വിളിച്ചോണ്ട് ഓടുന്നു. ഇതൊക്കെ ബീജം ഇടണല്ലോ, നിക്കിങ്ങനെ ഓടുമ്പോ ഇപ്പൊ അടുത്തുണ്ട് ഇടിക്കാൻ പോകുന്നത്. മറ്റേ സീനൊക്കെ ഉണ്ടോ? മറ്റേ വാള് മാറ്റി മാറ്റി വിട്ട് വിട്ട് കൊല്ലുന്നവരെയൊക്കെ തോക്ക് മാറ്റി മാറ്റി അറിഞ്ഞ കടിക്കണം. നിക്ക് ഓരോ വീഡിയോ നോക്കുമ്പോ നിക്കിന്റെ സൈഡിൽ ലാലേട്ടൻ നിക്കുന്ന ഫീൽ ഒരുത്തൻ ബാറ്റ് ആയിട്ട് വന്നു അടി അവിടെ ഓ അവിടെ അടി അവിടെ അടി. അവിടെ മോഡടി. എന്റെ വ്യൂ എടുത്തില്ല. വെയിറ്റ് സക്കീറിന്റെ വ്യൂ വേണം. സക്കീറിന്റെ വ്യൂ എടുത്ത് വെച്ചോ. ഇല്ലല്ലോടാ ഇല്ല ഞാൻ കാണിക്കാം. ഇത് എടാ സക്ക POV കാണിക്കാം. 12 ഇതിപ്പോ ഡേറ്റ് ഏതായിരിക്കും ഇതിന്റെ ആ, അത് OBS പോയിട്ട് ഇത് നോക്ക്, സെറ്റിംഗ്സ് പോയി നോക്ക്. റെക്കോർഡ് ചെയ്ത് NVIDIA ആണ് ഞാൻ പറഞ്ഞുതരാം. നല്ല അസിസ്റ്റ് ആയിരുന്നു. അല്ലടാ ഇത്. ഓൾട്ട് സുനി സത്യം പറഞ്ഞ ബാലനാണ് ഭയങ്കര ഹാപ്പി കൊണ്ടാണ് വാറ്. എന്താ ഞാൻ PO അടിക്കണം എന്ന് സുനി പറഞ്ഞു. അങ്ങനെ. എടാ എന്റെ വ്യൂ കാണിച്ചു. എന്റെ വ്യൂ കാണിച്ചു. സ്കാം ചെയ്യലടാ എന്നെ അങ്ങ്. ആ ഇച്ചിരിയൊക്കെ പടം വരപ്പൊക്കെ ഉണ്ട്. ചാച്ചി നിന്റെ കൂട്ടത്തിൽ ഞാൻ ഉണ്ട്. നീ പേടിക്കണ്ട. ടീം ജയിക്കണം, അല്ലാണ്ട് പടം വരയ്ക്കണമെന്ന്. ഇവിടെ നിർത്തി എന്റെ മാർക്ക് നിർത്തി ഇറങ്ങി എന്റെ മാർക്ക് ഇറങ്ങി ഇവിടെ ഇറങ്ങി രണ്ടുപേരും 3 പേര് ഇറങ്ങി. അവരൊരു വണ്ടി മറിഞ്ഞ് കിടക്കുന്ന അവിടെ തന്നെ ഇവിടെ വരുന്നു. അവര് മേളിൽ കയറുവാണ്. ചാവുന്നില്ല. ഡിങ്ക് കൊടുത്ത് ഡിങ്ക് ഉണ്ട്. ആ ഡിങ്ക് എടാ അവന്മാര് കഴിവില്ലാണ്. അവന്മാർ ഇത്രയും പേര് എന്നിട്ട് അങ്ങനെ അടിക്കാൻ പറ്റില്ല. അങ്ങനെ തൊടാൻ പോലും പറ്റില്ല. എല്ലാരും ഇറങ്ങി അടിക്കുക. ഇവരാണ് ആളോടെ ഇത്ര കോൺഫിഡൻസ് കാണിച്ചത് ആലോചിക്കുമ്പോഴായിരിക്കും. ബാക്ക് ഇറങ്ങുന്നേ. റൈറ്റ് ഇറങ്ങണേ. ഞാൻ കുറച്ച് പുറകെ തന്നെ എല്ലാത്തിനും കൊടുക്കും. റോബോട്ടും പൊന്നാരും ഞാൻ പറഞ്ഞില്ല ഇവരെ പിടിക്കില്ല. ഇവരെ കിട്ടുന്നില്ല. അതൊന്ന് കിട്ടിയ അവിടെ ഇറക്കി വിട്ടാൽ എന്തൊരവസ്ഥ. രാസത്തിനെ കാണിച്ചത് അതൊക്കെ ഇവിടെ ഇത് കഴിഞ്ഞു. ഞാൻ ഇടിച്ചോല്ല. അണ്ണ തമിഴ് അറപ്പിലുണ്ടല്ലോ. ഞാൻ ലോക്കിട്ടുണ്ട്. ഇടി ലോക്ക്. സോറിടാ എടാ ഞാൻ ലോക്കി റിഫ്രഷ് സോറി ലോക്കി തന്നാണ്. കാലിലാട് പിടിച്ചോട്ടെ. പക്ഷെ ചത്തോടാ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞ ഹീലടിച്ചിട്ടില്ല. ഈ വാറില് ഹീലടിച്ചിട്ടില്ല. എന്റെ ഹെൽത്ത് ഉണ്ടാകി ഇത്ര ഫ്രണ്ട് അടിച്ചിട്ട് എയിം ബോർഡുകളാണേ. ഫ്രണ്ട് വന്നാ അടിച്ചിട്ടുള്ള മെഴുകിയാവന്മാര് നേരെ തിരിച്ചു മറ്റേ സെന്റ് തമിഴ് ആർപിയിൽ പോയിരുന്ന് കളിച്ചോണം. ഇവിടെ വന്ന് കൊണക്കാൻ വരില്ല. റോബോട് അവന്റെ കണ്ടികളും പൊന്നനും അവന്റെ പറി
പൊന്നൻ അണ്ണ ചാറ്റ് ഇരിക്കുക പൊന്നൻ വി ആർ റെഡി ടു ഫൈറ്റ് അവന്റെ ഫൈറ്റ് നമുക്ക് വേറെ സംസാരം വാറും